ഇന്ന് ചേച്ചി വീട്ടിലേക്ക് വന്നതാട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ ചെറിയൊരു പണി നടക്കണ്ടേന്. ഇപ്പോൾ സ്ലാബ് വാർക്കേനി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എന്നാലും ഒന്ന് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പാവമുണ്ട്. അങ്ങനെ വലിയ മടിയും കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേഗം ഓരോന്നും ചെയ്യാനും ചേച്ചി ഉഷാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഇവിടെ വന്നിട്ട് സിറ്റൗട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാനും ഇപ്പുറം സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ ഫോട്ടോസും കാട്ടിയിട്ട് മോളെ ഫോട്ടോ കാട്ടി തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വൈകുന്നേരം വിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം ചേച്ചി ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. മോൻ വന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മോൻ വന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നേരം ആൾ പോയതേനി കേട്ടോ. അപ്പോൾ അതാ ഹെൽമെറ്റൊക്കെ ഇട്ട് വരെ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ചേച്ചീൻ്റെ കയ്യിൽ എന്താ എത്ര തോന്നെ കാടും പടലൊക്കെ വിചാരിക്കില്ലേ. അപ്പം ഒന്ന് രണ്ട് തുടയ്ക്കുന്ന മോപ്പും പിന്നെ ചൂലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ കാടും പടലും എന്താ വെച്ചാൽ നമ്മളെന്താ പറയുക ശംഖുപുഷ്പത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ശംഖുപുഷ്പമല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അമ്മ വേഗം പറിച്ചു കൊടുത്തതാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. നല്ലൊരു ഔഷധം കൂടിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു വയലറ്റ് കളർ ചായ പോലെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. നല്ലതാണ്. അപ്പോൾ ഇതാരും കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ചേച്ചി മോനും കൂടെ